വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പങ്കില്ലെന്ന് പോലീസ്. തൃശൂർ സ്വദേശിയായ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. യുവതിയുമായി ഉണ്ടായിരുന്നത് സൗഹൃദമെന്ന് യുവാവ് മൊഴി നൽകിയിരിക്കുകയാണ്. ഗായത്രി സത്യദേവ ചേരുകയാണ്. ഗായത്രി, ഇത്തരത്തിൽ കൃത്യത്തിൽ യുവാവിന് പങ്കില്ല എന്നൊരു കാര്യം കൂടി ഈ ഒരു മൊഴിയിൽ നിന്നും വ്യക്തമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യുവതിയുടെ മൊഴിയെടുത്തൊരു സാഹചര്യത്തിൽ താൻ പീഡനത്തിനിരയായ ഒരു വിവരം പോലീസിനോട് യുവതി കൈമാറിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? അതിന് ചെറിയൊരു വഴിത്തിരിവെന്ന് പറയുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ഇന്നലെ വിവരങ്ങൾ പുറത്തു വന്നതുപോലെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടുള്ള ഡാൻസറായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ രാത്രി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് യുവാവിൻ്റെ മൊഴിയാണ് ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ പുറത്തുവിടുന്നത്. ഈ പെൺകുട്ടിയുമായി തനിക്കുണ്ടായിരുന്നത് സൗഹൃദം മാത്രമാണ്. എന്നാൽ പെൺകുട്ടി ഈ ഒരു 2 മാസം മുൻപ് കഴിഞ്ഞ 2 മാസം മുൻപ് പെൺകുട്ടിയുമായി ഒരു സൗഹൃദമെല്ലാം അവസാനിച്ചിരുന്നു. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയും യുവാവും തമ്മിൽ ഉള്ള ബന്ധങ്ങൾ ഒരു ഫോൺ കോൾ പോലും ഇല്ലാത്ത രീതിയിൽ അവസാനിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി ഈ കുഞ്ഞ് ജനിച്ച ഉടനെ കൊല്ലാൻ തീരുമാനിച്ചെന്ന കാര്യമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ആണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. ഇക്കാര്യം തന്നെയാണ് പോലീസ് നമ്മളെ അറിയിക്കുന്നതും. അത്തരത്തിൽ ഇവർ ഒരു സൗഹൃദം മാത്രമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം. അതിനാൽ തന്നെ ഈ പോലീസിന് ഒരു യുവാവിനെതിരെ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഈ യുവതി പരാതി നൽകുമ്പോഴാണ്. ഇതുവരെയും യുവാവിനെതിരെ ഒരു പരാതി നൽകിയിട്ടില്ല. ഇവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദ കാലത്തുണ്ടായിരുന്നൊരു ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഒരു ഗർഭാവസ്ഥയിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവർ ഇതിന് തമ്മിൽ ഈ ഒരു 8 മാസം മുൻപ് മാത്രമാണ് അല്ലെങ്കിൽ 2ാം മാസമാണ് യുവതി താൻ പ്രഗ്നൻ്റ് ആണ്, ഗർഭിണിയാണ് എന്നറിയുന്നത്. അപ്പോൾ ഇവർ ഗർഭം അലസിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അത് നടന്നില്ല എന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി. അത്തരത്തിൽ ഈ ഒരു കൊലപാതകം പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് യുവാവ് അറിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയും ഒരു ഫോൺ കോൾ പോലും ഇല്ലാത്ത രീതിയിൽ യുവതിയും യുവാവും പിരിയുകയുമായിരുന്നു. അതിനുശേഷം ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു 2 മാസക്കാലത്തോളം ഇവർ തമ്മിൽ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. അതിനിടയിൽ യുവതി കഴിഞ്ഞ ദിവസം പ്രസവിച്ചു, കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. അതിനാൽ തന്നെ ആരും അറിയാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആരും അറിയാതെ ഇരിക്കുവാൻ വേണ്ടി യുവതി കൃത്യമായി കരുതിക്കൂട്ടി തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്ന് യുവതി കരുതിക്കൂട്ടി അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞ് കരഞ്ഞെന്നാൽ ആ ശബ്ദം പുറത്ത് കേട്ടെന്നാൽ വീട്ടുകാർ അറിയുമെന്നുള്ളതിനാൽ തന്നെ കുഞ്ഞ് ജനിച്ച ആ ഒരു സമയം തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരുന്നു. അത് തന്നെ അവർ ചെയ്യുകയും ചെയ്തു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് വായിൽ തുണി തിരുകി കൊല്ലുകയും ചെയ്തു. കുഞ്ഞിൻ്റെ മരണം ഉറപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം ഉപേക്ഷിക്കുക ആയിരുന്നു ഒരു പ്ലാൻ എന്നാണ് മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ വീട്ടുകാർ കഥകൾ തട്ടുന്ന ഒരു സമയം എന്ത് ചെയ്യണം എന്നറിയാതുണ്ടായ ഒരു പരിഭ്രാന്തിയിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിൻ്റെ ശരീരം പുറത്തേക്കിടുകയായിരുന്നു. അത്തരത്തിൽ യുവതി ഒറ്റയ്ക്ക് തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്ന് തന്നെ ഈ കേസിനെ വായിച്ചെടുക്കേണ്ടി വരും. ഒപ്പം തന്നെ യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊലപാതകത്തിൽ യുവാവിന് യാതൊരു പങ്കും ഇല്ല എന്ന് തന്നെയാണ് പോലീസും നമ്മളോട് പറയുന്നത്. ഈ ഒരു പ്രസവത്തിന് ശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം എന്തു ചെയ്യാനാണ് യുവതിയുടെ പ്ലാൻ എന്നതിനെക്കുറിച്ച് ഈ യുവാവിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. യുവതിയുമായി വളരെ കാലങ്ങളായി ബന്ധമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഈ കൊലപാതകത്തിൽ യുവാവിന് പങ്കില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ യുവതി പോലീസ് കസ്റ്റഡിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ ഈ പ്രസവ സംബന്ധമായ അല്ലെങ്കിൽ തനിയെ പ്രസവം നടന്നത് മൂലമുണ്ടായ ആരോഗ്യ വിഷയങ്ങൾ യുവതിക്കുണ്ട്. അതിനാൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഇവിടെ നിന്നായിരിക്കും യുവതിയെ കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കൂടി പോലീസ് കടക്കും. ഗായത്രി, അതോടൊപ്പം തന്നെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന്റെ അനിവാര്യത കൂടി ഉയരുകയാണ്. കാരണം ഇത്തരത്തിൽ മൊഴിയിലൊരു വൈരുദ്ധ്യമുണ്ട് യുവതിയുടെയും മൊഴിയിൽ. കാരണം യുവാവ് പറയുകയുണ്ടായി സൗഹൃദമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പീഡനം നടന്ന വിവരം കൂടി യുവതി വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ആ ഒരു കേസിന്റെ കൂടി ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. ഗായത്രി,
തീർച്ചയായും ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ ആകെ പാനിക്കായി പരിഭ്രാന്തിയായാണ് യുവതിയെ കാണപ്പെട്ടത്. ആ ഒരു സമയത്ത് നൽകിയിട്ടുള്ള മൊഴികളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ, വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ ഇപ്പോൾ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളുടെ കെട്ടഴിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം പെട്ടെന്ന് പിടിക്കപ്പെടുന്ന, അതായത് ഈ ഒരു ക്രൂരകൃത്യം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രാവിലെ 5 മണിയോടുകൂടി പ്രസവിച്ച് 8:30-ക്കുള്ളിൽ ഈ ഒരു കൊലപാതകം നടക്കുന്നു. വീട്ടുകാരെ പേടിച്ച് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം പുറത്തേക്കെറിയുന്നു. ആകെ ഈ ഒരു യുവതിയെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ആകെ പരിഭ്രാന്തിയായി കാണപ്പെട്ട, ആകെ മാനസികമായി തകർന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ആകെ പേടിച്ചൊരവസ്ഥയിലാണ് പോലീസ് യുവതിയെ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നതും. ആ ഒരു സാഹചര്യത്തിൽ പാനിക്കാക്കപ്പെട്ട, ഇല്ലെങ്കിൽ പേടി കൊണ്ടൊരു സാഹചര്യത്തിൽ പറഞ്ഞ മൊഴികളാണ് നിലവിൽ നമുക്ക് മുമ്പിലുള്ളതും വാർത്തകളായി പുറത്തേക്ക് വരുന്നതും. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദമായൊരു ചോദ്യം ചെയ്യലിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. കൃത്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം, അല്ലെങ്കിൽ തന്നെ കൃത്യമായ ശാസ്ത്രീയമായ ഒരു ചോദ്യം ചെയ്യലിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയും തന്നെ പുറത്തു വരേണ്ടത്. അതിനാൽ തന്നെ ഇപ്പോൾ യുവാവ് നൽകിയിരിക്കുന്ന മൊഴിയും ഈ യുവതി ഇന്നലെ നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ആദ്യ ചോദിച്ചതുപോലെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ യുവതിയുടെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇതൊരു പീഡനമായിരുന്നു, ഉഭയസമ്മതപ്രകാരം നടന്ന ഒരു കാര്യമായിരുന്നു എന്നതിൻ്റെ ഉള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു കൃത്യമായ വിവരം പുറത്തു വരേണ്ടതുള്ളത്. ഇപ്പോൾ യുവാവ് നൽകുന്ന ഒരു മൊഴിപ്രകാരം ഉഭയസമ്മതപ്രകാരം നടന്ന ഒരു കാര്യമായിരുന്നു, എന്നാൽ ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് അറിയുന്നു. അത് അലസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, എന്നാൽ നടന്നില്ല. അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുന്നു. ഒരു ഫോൺ കോൾ ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ ഇവർ തമ്മിൽ അകന്ന, അല്ലെങ്കിൽ രണ്ട് വഴിക്ക് പിരിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു 2 മാസത്തിന് ശേഷം ഒരു 10-ാം മാസം യുവതി പ്രസവിക്കുന്നു. കുഞ്ഞിനെ ആ ഒരു 2 മാസ കാലയളവിൽ എങ്ങനെ ഈ കുഞ്ഞിനെ വകവരുത്തണമെന്നൊരു കാര്യത്തിൽ യുവതി കൃത്യമായ ആസൂത്രിതമായ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു. ആ പ്ലാൻ പ്രകാരം കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ ആരും ശബ്ദം പോലും കേൾക്കാതിരിക്കുവാൻ, കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും കേൾക്കാതിരിക്കുവാൻ വേണ്ടി കുഞ്ഞ് ജനിച്ച സാഹചര്യത്തിൽ തന്നെ കൊലപ്പെടുത്തുന്നു, വായിൽ തുണി തിരുകി കൊലപ്പെടുത്തുന്നു, മരണം ഉറപ്പാക്കുന്നു, കഴുത്തിൽ ഷോൾ കെട്ടി മരണം ഉറപ്പാക്കുന്നു. അതിനുശേഷം വീട്ടുകാർ എത്തുന്നൊരു സാഹചര്യത്തിൽ കുഞ്ഞിനെ പാഴ്സൽ ബോക്സിൽ പെട്ടിയിൽ പൊതിഞ്ഞ് താഴേക്കിടുന്നു. അത് CCTV ദൃശ്യങ്ങളിൽ പതിയുന്നു. ഒപ്പം തന്നെ ആ ഒരു പാഴ്സൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ, ഓൺലൈൻ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ പ്ലാറ്റ്ഫോമിലെ ബാർകോഡിൽ നിന്ന് അഡ്രസ്സ് കണ്ടെത്തുന്നു, യുവതിയിലേക്ക് എത്തുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമില്ലെങ്കിൽ ഈ ഒരു യുവതി പ്രഗ്നൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു വിവരം പോലും കൂടെ താമസിച്ചിരുന്ന വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസും നമുക്ക് നൽകുന്ന കാര്യങ്ങൾ. അത്തരത്തിൽ വളരെ ആസൂത്രിതമായി കൊണ്ടു നടന്നൊരു ഗർഭകാലവും അതിനുശേഷമുള്ളൊരു കൊലപാതകവുമായാണ് നിലവിൽ നമുക്കിത് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതപ്രകാരം യുവതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുള്ളത്.